നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ തീരദേശ പഞ്ചായത്തുകളിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളം കയറി. മതിലകം പഞ്ചായത്തിൽ 54 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പെരിഞ്ഞനം ആറാട്ടുകടവിൽ തിരമാലയിൽപ്പെട്ട് മത്സ്യബന്ധന വള്ളം തകർന്നു. 3 തൊഴിലാളികൾക്ക് പരിക്ക്. ലോക വായനാ ദിനം ബുധനാഴ്ച. വാർത്തകൾ വിശദമായി. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ തീരദേശ പഞ്ചായത്തുകളിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളം കയറി. മതിലകം പഞ്ചായത്തിൽ 54 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മതിലകം പഞ്ചായത്തിലെ 1, 2, 3 വാർഡുകൾ ഉൾപ്പെടുന്ന കാതിക്കോട്, കൂളിമുട്ടം പ്രദേശത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. ഈ പ്രദേശത്ത് ഉള്ളവരെ കാതിക്കോട് NMLP സ്കൂളിലും കൂളിമുട്ടം KMUP സ്കൂളിലുമാണ് താമസിപ്പിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി കളക്ടർ സുശീല, പഞ്ചായത്ത് വില്ലേജ് അധികൃതർ ക്യാമ്പിൽ സന്ദർശനം നടത്തി. എടത്തിരുത്തി പഞ്ചായത്തിലെ അയ്യൻപടി, കോഴിത്തുമ്പ്, ഏറാക്കൻചാൽ, പൈനൂർ, അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരം, ചാമക്കാല, രാജീവ് റോഡ് പരിസരം എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് തോട് കയറി വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കയ്പമംഗലം പഞ്ചായത്തിൽ ഗ്രാമലക്ഷ്മി, 3 പീടിക ബീച്ച് റോഡ്, കാരാപ്പുള്ളി ക്ഷേത്ര പരിസരം, ഗാർഡിയൻ ആശുപത്രി പരിസരം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പെരിഞ്ഞനം കുറ്റിലക്കടവ് റോഡ്, സുജിത്ത് സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തും നിരവധി വീടുകൾ വെള്ളത്തിലാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിവരുന്നതായി ജനപ്രതിനിധികൾ പറഞ്ഞു. കനത്ത മഴയിൽ BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് തകർന്നു. ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് ചന്ദ്രാപ്പിനി 17-ാം കല്ലിലെ ഓഫീസ് നിലംപൊത്തിയത്. ഓഫീസിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പെരിഞ്ഞനം ആറാട്ടുകടവിൽ തിരമാലയിൽപ്പെട്ട് മത്സ്യബന്ധന വള്ളം തകർന്നു. 3 തൊഴിലാളികൾക്ക് പരിക്ക്. പെരിഞ്ഞനം സ്വദേശി KB ദാസന്റെ ഉടമസ്ഥതയിലുള്ള മാടപ്രാവ് എന്ന മൂടുവെട്ടി വള്ളമാണ് തകർന്നത്. ചൊവ്വാഴ്ച രാവിലെ 3 പേരുമായി മത്സ്യബന്ധനത്തിന് ഇറങ്ങിയ വള്ളം 100 മീറ്റർ അകലെ വെച്ചാണ് തിരമാലയിൽപ്പെട്ട് തകർന്നത്. വൻ തിരമാലയിൽപ്പെട്ട് വള്ളം കടൽഭിത്തിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ തെക്കിനിയടത്ത് മുരളി, രാമത്ത് കൃഷ്ണൻ, അരവീട്ടിൽ അരവിന്ദൻ എന്നിവർ പെരിഞ്ഞനം കുറ്റിലക്കടവ് ആശുപത്രിയിൽ ചികിത്സ തേടി. വള്ളവും എഞ്ചിനും പൂർണ്ണമായും തകർന്നു. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടമുള്ളതായി ഉടമ പറഞ്ഞു. കയ്പമംഗലം ഗ്രാമലക്ഷ്മിയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അറപ്പത്തോടിന്റെ കരയിൽ 4 ഭാഗവും വെള്ളം മൂടിയ കൂരകളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ദുരിത ജീവിതം. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ നനഞ്ഞു കുതിർന്ന സിമന്റ് തറകളിലാണ് 50ഓളം തൊഴിലാളികൾ കഴിയുന്നത്. തോടിന്റെ കിഴക്കും പടിഞ്ഞാറും കരകളിലെ 4ഓളം ഷെഡുകളിൽ അടുപ്പ് പുകയ്ക്കാൻ പോലും ഇവർക്ക് നിർവാഹമില്ല. താൽക്കാലികമായി ഉണ്ടാക്കിയ സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞ് പൊട്ടിയൊഴുകി ദുർഗന്ധപൂരിതമായ അന്തരീക്ഷത്തിലാണ് ഇവർ കഴിയുന്നത്. 25 തൊഴിലാളികൾ ഒന്നിച്ചു കഴിയുന്ന ഷെഡിലാണ് ഏറ്റവും ദുരിതം. മാരക രോഗങ്ങൾ പടർന്നു പിടിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രദേശത്തെ ഒരു കരാറുകാരൻ ബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികളാണ് യാതൊരു സുരക്ഷിതത്വവുമില്ലാതെ കഴിയുന്നത്. ഇവരുടെ സാന്നിധ്യം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ കരാറുകാരന് നോട്ടീസ് നൽകി എന്ന ഒഴുക്കൻ മറുപടിയാണ് ആരോഗ്യവകുപ്പ് അധികൃതരിൽ നിന്ന് ലഭിച്ചത്. ഇനിയൊരു ഇടവേള.